ഇറാനിലെ സർവോന്നത നേതാവിനെ വധിക്കാൻ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളെയും അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ ആളുകളെയും പ്രധാനപ്പെട്ട ആളുകളെയും വധിക്കാൻ അമേരിക്ക പരിപാടിയിട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണല്ലോ ഇപ്പൊ നമ്മുടെ ചർച്ചയ്ക്ക് കാരണമാവുന്നത്. ട്രംപിന്റെ ഭരണകൂടമായതുകൊണ്ട് ഇതിലും വലിയ പരിപാടിയിട്ട് ഇതിലും വലിയ പ്രഖ്യാപനം നടത്തും. അതുകൊണ്ട് അതിൽ യാഥാർത്ഥ്യബോധം വളരെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു ഭീഷണിയാണ്. ഇറാന് നേരെ ഭീഷണി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇറാനുമായി ചർച്ച ഒരു വശത്ത് നടക്കുന്നു, ഭീഷണി വേറൊരു വശത്ത് നടക്കുന്നു. ഒരുതരം പ്രത്യേക സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് ഇറാൻ അമേരിക്ക എടുക്കുന്നത്. എന്താ കാര്യം? എന്തുകൊണ്ടാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കടന്നതുപോലെ അമേരിക്ക ഇറാനിൽ കിടക്കാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഇറാൻ എന്ന സത്യാവസ്ഥയുണ്ട്. ഇറാഖ് അല്ല ഇറാൻ, അഫ്ഗാനിസ്ഥാൻ അല്ല ഇറാൻ. ഇറാൻ വളരെ ശക്തമായ സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ ശക്തമായ ഒരു അടിത്തറയിലാണ്. അതുപോലെ തന്നെ പ്രതിരോധ കാര്യത്തിലും ഇറാന് അതിൻ്റെതായ വലിയ ശക്തിയുണ്ട്. ഇറാനിൽ നിന്ന് മിസൈലുകൾ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബലാസ്റ്റിക് മിസൈലുകൾ, അത് ആണവായുധങ്ങൾ വേണമെങ്കിൽ അതുപോലും നിറയ്ക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാനുണ്ട് എന്ന് അമേരിക്ക തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ചാൽ അത് ഒറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ വെനിസുലയിലൊക്കെ ചെയ്തതുപോലെ ഒരു വിമാനം പോയി ഇറങ്ങി കൊമേനെ പിടിച്ച് കൊണ്ട് അമേരിക്കയ്ക്ക് പോകാമെന്നോ അല്ലെങ്കിൽ വിചാരണ ചെയ്യാമെന്നോ പറഞ്ഞ പണിയൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല. കാരണം ഇറാൻ അതിലും എത്ര ശക്തമാണ്. ഇറാന് പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല, ഒരു ഇസ്രായേൽ ഒഴിച്ചുള്ള ബാക്കി ഒരു രാജ്യത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടും ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. ഇറാൻ എന്ന് പറയുന്ന ജിയോ പൊളിറ്റിക്സ് നമ്മൾ പറയില്ലേ, ഭൗമരാഷ്ട്രീയത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രശ്നമാണ്. അമേരിക്കയുടെ 2 കപ്പലുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആ കപ്പലിൽ നിന്ന് ആക്രമിക്കും എന്നൊക്കെയാണ് വാർത്ത. പക്ഷെ അമേരിക്കയ്ക്ക് മാത്രമല്ല യുദ്ധക്കപ്പലുള്ളതെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടില്ല എന്ന് മാത്രമല്ല, റഷ്യ പോലെയുള്ള, ചൈന പോലെയുള്ള രാജ്യങ്ങൾ, ഇറാൻ ഇപ്പോഴും ആയുധം കൊടുക്കുന്നത് ചൈനയാണ്. നേരിട്ട് ആയുധം കൊടുക്കുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ഇന്ത്യ വാങ്ങിയില്ലെങ്കിൽ ചൈന വാങ്ങും. റഷ്യയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ റഷ്യക്കാണ് അവരുമായി ബന്ധം. അങ്ങനെ ഒരു വളരെ ജിയോ സ്ട്രാറ്റജിക്കലായ ഒരു സ്ഥലത്ത് അമേരിക്ക അതിൻ്റെ യുദ്ധക്കപ്പൽ കൊണ്ടു നിർത്തി ഇറാനിലെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അത് നോക്കി നിൽക്കുകയായിരിക്കില്ല മിക്കവാറും ചൈന ചെയ്യുക. ഒരു പഴയകാല ശീതയുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശീതയുദ്ധത്തിന്റെ പ്രത്യേകത, അവിടെ ശക്തമായ യുദ്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും യുദ്ധം ഉണ്ടാകുമെന്ന അന്തരീക്ഷം ഉണ്ടാകും. കോൾഡ് വാർ അതാണ്. അതേ അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ ലോകത്തെ കൊണ്ടുപോവുകയാണ് അമേരിക്ക ചെയ്യുന്നത്. അമേരിക്ക ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഞങ്ങൾ അത് പിടിക്കും ഇത് പിടിക്കും എന്നൊക്കെ പറയും. വിയറ്റ്നാമിലടക്കം അമേരിക്ക തോറ്റോടിയത്, അഫ്ഗാനിസ്ഥാനിൽ നിർത്തിപ്പോയത്, ഇറാഖിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയത് ഒക്കെ അമേരിക്കയുടെ ചരിത്രത്തിലുണ്ട്. വിയറ്റ്നാം യുദ്ധം ഒരു കാലത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായൊരു വിഷയമായിരുന്നു. അത് എന്തിനാണ് ഞങ്ങൾ വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിച്ച് അമേരിക്കക്കാർ ധാരാളമുണ്ടായി. ഇപ്പോൾ അതും ഇറാന്റെ കാര്യത്തിലും അതുണ്ടാവും. കാരണം എന്താവശ്യത്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്? ഇറാന് ആണവായുധ ശേഖരമുണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം. അത് പരിശോധിക്കണം, അത് നിർവീര്യമാക്കണം എന്നൊക്കെയാണ്. അങ്ങനെ കഴിയുന്നൊരു കാര്യമാണ്. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി IAEA ആണ് ഇത് പരിശോധിക്കേണ്ട ആളുകൾ. അവരുടെ പരിശോധന എവിടെ വരെ പറ്റും? ഒരു പരമാധികാര രാജ്യത്ത് കരാറില്ലാതെ എങ്ങനെയാണ് അതിനോട് പരിശോധിക്കുക? ഇറാൻ അങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ട രാജ്യവുമല്ല. അതുകൊണ്ട് ആണവ കരാറിൽ ഒപ്പിട്ട രാജ്യമല്ലാത്തതുകൊണ്ട് ഇറാന്റെ മേൽ അങ്ങനെ പരിശോധിക്കാൻ അവർക്ക് എത്രത്തോളം കഴിയും? ഇനി കഴിഞ്ഞാൽ തന്നെ ഇന്ന് പഴയ പോലെയല്ല. ആണവായുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ചുണ്ടാക്കി വെച്ച തോക്കും ബോംബ് ഉണ്ടാക്കി വെച്ച പോലെയല്ല. ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മിനിറ്റുകളെ വേണ്ടു. അതിന്റെ കോമ്പണൻസ് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാവും. അതിങ്ങനെ ഡിസ്കുകളാണ്. ഈ ഡിസ്കുകൾ പെട്ടെന്ന് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ആയുധമാവും. ഒരു ക്രിട്ടിക്കൽ മാസ് വന്നാൽ ആയുധമാവും. അപ്പോൾ ഈ ഡിസ്കുകൾ പല സ്ഥലത്ത് സൂക്ഷിച്ചാൽ മതി. ഡിസ്കുകൾ പല സ്ഥലത്ത് സൂക്ഷിച്ച് ഇത് ഒന്നിച്ചാക്കാൻ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പരിശോധന നടത്തുക, കണ്ടെത്തുക, നിർവീര്യമാക്കുക തുടങ്ങിയ കലാപരിപാടികളൊന്നും ഇറാന്റെ കാര്യത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മ്യൂച്വലായ സമ്മതങ്ങളോടുകൂടി ചില ഒത്തുതീർപ്പുകൾ, വിട്ടുവീഴ്ചകൾ 2 ഭാഗത്തുനിന്നും ചെയ്ത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബുദ്ധിപൂർവമായ കാര്യം. അല്ലാണ്ട് ഒരു രാജ്യത്തെ ഇറാൻ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അമേരിക്ക പറയുന്ന ഒരു സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഇറാൻ ഇല്ലാതായ ലോകത്ത് സമാധാനം ഉണ്ടാകും. ഇറാനൊന്നും അല്ലല്ലോ ലോകത്തിന്റെ പല ഭാഗത്തും, വെനിസുലയിലോ ലോകത്തിന്റെ ഏത് ഭാഗത്തും അമേരിക്ക അസമാധാനം വിതയ്ക്കുന്നത്. അമേരിക്കയുടെ ചരിത്രം നമ്മൾ എടുത്താൽ, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ ചരിത്രം എടുത്താൽ, ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ അമേരിക്ക നേരിട്ട് ഇടപെട്ട യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോകമഹായുദ്ധം വേണമെന്നില്ല അമേരിക്കയ്ക്ക്. മാത്രമല്ല ആയുധ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇറാനെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്
ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്, രാജതന്ത്രത്തിന്റെ പൊളിറ്റിക്കൽ ഇതാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിൽ നമുക്ക് എന്ത് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യുദ്ധത്തിലേക്ക് അത് പോകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്.